കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം അധ്യായത്തിൽ വീണ്ടും കഥ തുടരുന്നു. വീണ്ടും ഞാൻ, അതായത് നാരദ മഹർഷി പറയുന്നു, ഭക്തി ദേവിയോട് പറയാൻ തുടങ്ങി. ദേവി, ദുഃഖിക്കാതെ ഇരിക്കൂ. ഭഗവത് പാദങ്ങളെ സ്മരിച്ചാൽ മതി, എല്ലാ ദുഃഖങ്ങളും തീരും. അതിനാണ് ഈശ്വര സ്മരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഈശ്വര സ്മരണ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളെ ക്രമേണ ഇല്ലാതെയാക്കുന്നതാണ്. എപ്രകാരമാണോ സൂര്യോദയത്തിൽ അന്ധകാരമില്ലാതെയാകുന്നത്, സൂര്യൻ ഉദിച്ചുയരുന്ന ആ സൂര്യകിരണങ്ങളാൽ രാത്രി ഉണ്ടാകുന്നതായ മഞ്ഞുതുള്ളികൾ എങ്ങനെയാണോ ബാഷ്പീകൃതമായി ഇല്ലാതെയായി തീരുന്നത്, ഇതുപോലെ ഈശ്വരസ്മരണ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ ക്രമേണ ഇല്ലാതെയാക്കും. എന്നിട്ട് പറയുന്നു, പാഞ്ചാലി ദേവിയെയും ഗോപസ്ത്രീകളെയും ഏതൊരു ഭഗവാനാണോ രക്ഷിച്ചത്, ആ ഭഗവാൻ ഇപ്പോഴുമില്ലേ? തന്നെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കാതെ ഇരിക്കുന്നും ഇല്ല. പിന്നെ എന്തിനാണ് വെറുതെ ദുഃഖിക്കുന്നത്? വിശേഷിച്ച് ഭക്തിദേവിയായ അങ്ങ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. പാപിയായ ചണ്ടാളൻ്റെ ഗൃഹത്തിലായാൽ പോലും ഭക്തിദേവി ചെന്നിരുന്നു വിളിച്ചാൽ ഭഗവാൻ അവിടെയും വരാതിരിക്കില്ല എന്നാണ് ഇരിക്കുന്നത്. കൃതാദിയുഗങ്ങളിൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പ്രാബല്യമുണ്ടായിരുന്നു. അതിനാൽ അക്കാലത്ത് അവ തന്നെ മുക്തി സാധകങ്ങളും ആയിരുന്നു. എന്നാൽ ഈ കലികാലത്തെ കഥ അതല്ല. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ജീവൻ മുക്തിയെ പ്രാപിക്കാൻ പോകുന്നുള്ളൂ. ഈ പരമാർത്ഥത്തെ അറിഞ്ഞാണ് ഭഗവാൻ വൈകുണ്ഠവാസിയായ അമ്മയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കൂ എന്ന് പറഞ്ഞല്ലേ ഭഗവാൻ മുക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും കൂടി അമ്മയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ആ ഭഗവത് ആജ്ഞയെ അംഗീകരിച്ചാണല്ലോ ഭൂമിയിൽ വന്നു ചേർന്നതും. കലിധർമ്മത്തിൻ്റെ പ്രാബല്യം കൊണ്ട് മുക്തി ക്ഷയിക്കുകയും ജ്ഞാനവൈരാഗ്യങ്ങൾ ദുർബലങ്ങളായി തീരുകയും ചെയ്തു. അതാണ് ഇന്ന് ദേവിക്കുള്ള കുറവ്. അത് സാരമില്ല, ഭക്തന്മാരെ പോഷിപ്പിക്കുവാൻ തുടങ്ങിയാൽ മതി, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്ന് ബലവാന്മാരായി തീരുകയും ചെയ്യും. ഭക്തിയുടെയും ഭക്തന്മാരുടെയും വളർച്ചയ്ക്ക് ഈ കലിയുഗം പോലെ പറ്റിയ കാലം വേറെ ഒന്നുമില്ല. ജ്ഞാനവൈരാഗ്യങ്ങളിൽ ജനങ്ങൾക്ക് ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് അവർ ഉണരാത്തത്. ഭക്തി വളരാത്തത് കൊണ്ടാണ് ജ്ഞാനവൈരാഗ്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവാത്തത്. അതിനാൽ ഈ കലികാലത്ത് സർവഗൃഹങ്ങളിലും സർവഹൃദയങ്ങളിലും ഞാൻ ഭക്തി ദേവിയെ പ്രതിഷ്ഠിക്കും. അങ്ങനെ സാധിച്ചില്ല എങ്കിൽ ഞാൻ ഹരിദാസനല്ല എന്ന് കരുതിക്കൊള്ളൂ, വിഷ്ണുഭക്തനല്ല, വിഷ്ണുദാസനല്ല എന്ന് കരുതിക്കൊള്ളൂ എന്ന് ദേവിയോട് പറയുന്നു. എത്രയൊക്കെ പാപമുണ്ടെങ്കിലും കൃഷ്ണഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ വൈകുണ്ഠലോകത്ത് പോലും നിർഭയം എത്തിച്ചേരും. അന്തകനെ പോലും ഒരു കൃഷ്ണഭക്തൻ ഭയപ്പെടേണ്ടതില്ല. അന്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ യമനെ പോലും. പിന്നെയാണോ മറ്റുള്ളവർ? ഭൂതപ്രേതങ്ങളും മറ്റും ദിവസവും നാമം ജപിക്കുന്നതായ ഒരു ഭക്തനെ സമീപിക്കാൻ പോലും ശക്തരല്ല, അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ച് സമയമെങ്കിലും നാമം ജപിപ്പിക്കുന്നതായ ഒരു ശീലം. ആ കുട്ടികൾ ജപിക്കണമെങ്കിൽ മുതിർന്നവരാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആദ്യം കുറച്ച് സമയവും നാമം ജപിക്കേണ്ടത്. അങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് ദിവസവും നാമം ജപിക്കുന്നതായ ആളുകളെ അന്തകൻ പോലും അവരുടെ അടുത്തേക്ക് വരാൻ ഭയപ്പെടുന്നു എങ്കിൽ ഭൂതപ്രേതങ്ങളൊക്കെ പിന്നീട് അവരെ ഭയപ്പെടും എന്ന് പറയാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. തപസ്സോ വേദാധ്യയനമോ യോഗമോ ഒന്നുമില്ലാതെ
വെറും ഭക്തി കൊണ്ട് മാത്രം ഈശ്വരനെ പ്രാപിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഗോപികൾ. അതിനാൽ ഈ കലികാലത്ത് ഭക്തിയോട് തുല്യമായി മറ്റൊന്നും തന്നെയില്ല. തപസ്, യോഗം, തീർത്ഥാടനം, വ്രതാനുഷ്ഠാനം തുടങ്ങിയ എല്ലാ അനുഷ്ഠാനങ്ങളും ഭക്തിക്ക് താഴെയാണ്. ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കലികാലത്ത് ജീവൻ മുക്തനും ചരിതാർത്ഥനുമായി തീരുന്നത്. ഇങ്ങനെ എൻ്റെ മുഖത്തു നിന്ന് കേട്ട സ്വമാഹാത്മ്യ ശ്രവണം കൊണ്ട് ദേവി പരിപുഷ്ടയും മിക്കവാറും സമാധാന ചിത്തയും ആയി തീർന്നുവെങ്കിലും ജ്ഞാനവൈരാഗ്യങ്ങൾ അപ്പോഴും ഉണർന്നില്ല. അതിനാൽ അസ്വസ്ഥയായ ദേവി എന്നോട് പറഞ്ഞു, മഹാത്മാവായ നാരദ മഹർഷി, അങ്ങയുടെ വാക്യശ്രവണം കൊണ്ട് എൻ്റെ തളർച്ചയും ക്ലേശവും അസ്വാസ്ഥ്യവും മിക്കവാറും തീർന്നു. അതുപോലെ എൻ്റെ പുത്രന്മാരായ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെയും കൂടി ഉണർത്തി പരിപുഷ്ടന്മാരാക്കി തീർക്കൂ എന്ന്. അതിനെ കേട്ട ഞാൻ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനുള്ള ശ്രമം തുടങ്ങി. അവരുടെ ചെവിയിൽ മുഖം വെച്ച്, ഹേ ജ്ഞാനമേ, ഹേ വൈരാഗ്യമേ, ഉണരൂ ഉണരൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞു നോക്കി. പിന്നീട് വേദമന്ത്രങ്ങളെയും വേദാന്തവാക്യങ്ങളെയും പലതും അവരുടെ കർണത്തിൽ ഉച്ചത്തിൽ ചൊല്ലി നോക്കി. അവസാനമായി ഗീതാശ്ലോകങ്ങളെയും പലതും ഉച്ചത്തിൽ ചൊല്ലി നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും അവരെ ശരിക്കും ഉണർത്താൻ കഴിഞ്ഞില്ല. ഞാൻ അസ്വസ്ഥനും നിരാശനുമായി. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഒരു അശരീരി വാക്ക് കേട്ടു. ദേവർഷേ, അങ്ങയുടെ പരിശ്രമം നിഷ്ഫലമല്ല. ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ കഴിയും. പക്ഷേ അവരെ ഉണർത്തത്തക്ക നിലയിലുള്ള ഒരു സത്കർമ്മം ചെയ്യണം. എന്നാൽ അവരുണരും. അങ്ങനെയുള്ള സത്കർമ്മം എന്താണ് എന്ന് സജ്ജനങ്ങൾ പറഞ്ഞു തരും. അവരെ സമീപിക്കൂ എന്നായിരുന്നു അശരീരിവാക്യം. അത് കേട്ടതോടെ ഭക്തിയെയും ഭക്തിദേവിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും അവിടെ വിട്ട്, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ സജ്ജനങ്ങളെ നോക്കി പുറപ്പെട്ടു. കാരണം സജ്ജനങ്ങളാണല്ലോ അതെന്താണ് എന്ന് പറഞ്ഞു തരിക. ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരത്തക്ക നിലയിലുള്ള സത്കർമ്മം എന്താണ് എന്ന് പറഞ്ഞു തരുന്ന സജ്ജനങ്ങൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ പലയിടത്തും ചുറ്റിത്തിരിഞ്ഞ് നടന്നു. പോയ തീർത്ഥക്കരകളിലും ആശ്രമങ്ങളിലും തപോഭൂമികളിലുമൊക്കെ പലരെയും കണ്ടു. അവരൊക്കെ പലതും പറഞ്ഞുവെങ്കിലും ആർക്കും തന്നെ എൻ്റെ സംശയത്തെ തീർത്തു തരാൻ കഴിഞ്ഞില്ല. അപ്പോഴും ഞാൻ നിരാശനും ചിന്താവിഷ്ടനുമായി. അവസാനം കഠിനമായ തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിച്ച് ഭഗവൻ മുഖത്തു നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാം എന്ന ഉദ്ദേശത്തോടെ ഈ ബദരീവനത്തിലേക്ക് വന്നതാണ്. സനകാദികളോട് സംസാരിക്കുന്നതാണല്ലോ ഇവിടെയുള്ള വിഷയം. അപ്പോൾ സനകാദികളോട് താൻ ഇവിടെ വരാനുണ്ടായ കാര്യം പറയുകയാണ്. ഭാഗ്യം കൊണ്ട് ഇവിടെ വെച്ച് പരമജ്ഞാനികളും യോഗസിദ്ധന്മാരുമായ നിങ്ങളെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ ധന്യനായി. നിങ്ങൾക്കറിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് ഞാൻ കേട്ട അശരീരവാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കണം. നാരദ മഹർഷിയുടെ ദീർഘമായ അനുഭവ വർണ്ണനത്തെ കേട്ട സനകാദി മഹർഷിമാർ ആശ്ചര്യഭരിതന്മാരായി. അനന്തരം അവർ പറഞ്ഞു, നാരദ മഹർഷി, അങ്ങ് വ്യസനിക്കേണ്ട, സമാധാനിക്കൂ. അങ്ങയുടെ ഉദ്ദേശം തികച്ചും സഫലമാകും. അല്ലെങ്കിൽ അങ്ങയെപ്പോലുള്ള ശ്രീകൃഷ്ണ ഭക്തൻ്റെ അഭീഷ്ടം എങ്ങനെ നിറവേറാതിരിക്കും? ഭഗവത് ഭക്തിയുള്ള ആളുകൾ, ദിവസവും നാമം ജപിക്കുന്നതായ ആളുകൾ, അവർ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും ആ കാര്യം സഫലമാകും. അത് സഫലമാക്കി തീർക്കുക എന്നുള്ളത് ഭഗവാന്റെ കൂടി ഉത്തരവാദിത്വമാണ്. പക്ഷെ അതിന് ദിവസവും നാമം ജപിക്കുന്നതായ, അല്ലെങ്കിൽ ദിവസവും സഹസ്രനാമം ജപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന അനുഷ്ഠാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ സനകാദികൾ പറയുന്നത്, അങ്ങയെപ്പോലുള്ള ശ്രീകൃഷ്ണ ഭക്തൻ്റെ അഭീഷ്ടം എങ്ങനെ നിറവേറാതിരിക്കും? ജീവൻ്റെ ശ്രേയസ്സിന് വേണ്ടി ഋഷികൾ പല മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഈശ്വരപ്രാപ്തിക്കുള്ള മാർഗം എപ്പോഴും ഗോപ്യമായി തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ ശരിയായി ഉപദേശിക്കുന്ന ആളും ഏതു കാലത്തും ദുർലഭമാണ്. അങ്ങ് കേട്ട ആകാശവാണിയിൽ പറയപ്പെട്ട സത്കർമ്മത്തിൻ്റെ സ്വരൂപത്തെ ഞങ്ങൾ പറയാം. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായയജ്ഞം, ജ്ഞാനയജ്ഞം എന്നിങ്ങനെ അനേക യജ്ഞങ്ങൾ ലോകത്ത് പ്രസിദ്ധങ്ങളായിട്ടുണ്ട്. അവയെല്ലാം ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ കർമ്മസംബന്ധം ഉള്ളതാണ്.
എന്നാൽ ജ്ഞാനയജ്ഞം അങ്ങനെയല്ല, കർമ്മസംബന്ധമില്ലാത്തതും തത്വപ്രകാശവുമാണ്. കാരണം ദ്രവ്യയജ്ഞങ്ങൾക്കും മറ്റുള്ളതിനൊക്കെ അനവധി കാര്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ ജ്ഞാനയജ്ഞത്തിന് ഒരു ആചാര്യനും അത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജിജ്ഞാസുവായ ഒരു ശിഷ്യനും മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കർമ്മസംബന്ധമില്ലാത്തതും തത്വപ്രകാശവുമാണ് ജ്ഞാനയജ്ഞം എന്നുള്ളത്. അതിനാൽ അങ്ങനെയുള്ള ജ്ഞാനയജ്ഞത്തെയാണ് ആകാശവാണിയിൽ അശരീരിയിൽ സത്കർമ്മം എന്ന് പറഞ്ഞത്. അതും ഭാഗവത ആലാപവും ശ്രവണവും മാത്രമാണ്, അല്ലാതെ അന്യസംഹിതകളല്ല. ശ്രീമദ് ഭാഗവതമാണ് ഇവിടെ ഈ ജ്ഞാനയജ്ഞത്തിന് ഉള്ള ഗ്രന്ഥമായിട്ട് പറഞ്ഞത്. ശ്രീ ശുകാദി ജീവൻ മുക്തന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടതും ശ്രവണമാത്രം കൊണ്ട് തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തി ജീവന് തത്വാനുഭൂതിയെ കൊടുക്കുന്നതുമാണ് ശ്രീമദ് ഭാഗവതം. അതിനാൽ സപ്താഹ സ്വരൂപേണയുള്ള ഭാഗവത ശ്രവണം ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തുകയും ഭക്തിയെ പോഷിപ്പിക്കുകയും ചെയ്യും. കലിയുടെ സകല ദോഷങ്ങളും നശിക്കുകയും ചെയ്യും. ഭാഗവത ആലാപം കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തി എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും പ്രകാശിക്കുകയും ചെയ്യും. സനകാദി മഹർഷിമാരുടെ ഇപ്രകാരമുള്ള വാക്കിനെ കേട്ട നാരദ മഹർഷിക്ക് ഒരു സംശയമുണ്ടായി. വേദാന്ത ഘോഷങ്ങളെ കൊണ്ടും ഗീതാശ്ലോകങ്ങളെ കൊണ്ടും ഉണരാത്ത ഭക്തി, അതുപോലെ ജ്ഞാനവൈരാഗ്യങ്ങൾ, ഇവർ എങ്ങനെ ഭാഗവത ആലാപം കൊണ്ട് ഉണരും എന്നതാണ് ആ സംശയം. അതിനും മറുപടി പറഞ്ഞു കുമാരന്മാർ. വേദോപനിഷത്തുകളുടെ സാരസർവസ്വമാണ് ഭാഗവതം. എങ്കിലും അവയ്ക്കും ഭാഗവതത്തിനും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. വേദോപനിഷത്തുക്കളിൽ ഹേയ ഉപാദേയങ്ങൾ, അതായത് തള്ളേണ്ടതും കൊള്ളേണ്ടതുമായ അംശങ്ങളുണ്ട്. എന്നാൽ ഭാഗവതത്തിൽ അതില്ല. ഹേയാംശങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ഉപാദേയ അംശത്തെ മാത്രം വേർതിരിച്ചു വെച്ചതാണ് ഭാഗവതം. പാലിൽ വെണ്ണയും കരിമ്പിൽ ശർക്കരയും ഉണ്ടെങ്കിലും അവയെ എടുക്കാൻ പ്രയത്നവും ഹേയാംശത്യാഗവും വേണ്ടതായിട്ടിരിക്കുന്നു. ഇതുപോലെയാണ് വേദോപനിഷത്തുക്കൾ. എന്നാൽ വേർതിരിച്ചെടുത്ത വെണ്ണയും ശർക്കരയും എങ്ങനെ ഭോക്താവിനെ സുലഭമായി തൃപ്തിപ്പെടുത്തുന്നുവോ അതുപോലെയാണ് ഭാഗവതം. അതുകൊണ്ടാണ് വേദോപനിഷത്തുക്കളെ കൊണ്ടും ഗീതാശ്ലോകങ്ങളെ കൊണ്ടും ഉണരാത്ത ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഭാഗവത ശ്രവണമാത്രം കൊണ്ട് ഉണരും എന്ന് പറഞ്ഞത്. ഇതിന് ശ്രീ വ്യാസമഹർഷി തന്നെ ഉദാഹരണവുമാണ്. എങ്ങനെയെന്നാൽ വേദവേദാന്തങ്ങളെയും ഗീതാശ്ലോകങ്ങളെയും എഴുതിയ ആളാണ് ശ്രീ വേദവ്യാസൻ. അദ്ദേഹത്തിന് നേരിട്ട ബുദ്ധിമോഹത്തെ അവ കൊണ്ടൊന്നും അകറ്റാൻ പറ്റിയില്ല എന്നും ഭാഗവതം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമോഹം നീങ്ങി കൃതാർത്ഥനായത് എന്നും പ്രസിദ്ധമല്ലേ? നാരദ മഹർഷി അങ്ങല്ലേ വ്യാസന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചത്? അതിനെ വിസ്തരിച്ച് എഴുതി കഴിഞ്ഞപ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ ആ ചിത്തമാന്ദ്യം മുഴുവൻ നീങ്ങിയത്? അങ്ങനെയുള്ള ഭാഗവത ശ്രവണം കൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണരും എന്ന് വന്നാൽ അതൊരത്ഭുതമാണോ? ഇത്രയും കേട്ട ശ്രീ നാരദ മഹർഷിയുടെ സംശയം തീർന്നു. അദ്ദേഹം കൃതാർത്ഥനായി. പുണ്യാതിരേകം കൊണ്ട് മാത്രം സാധിക്കുന്ന സത്സംഗത്തിൻ്റെയും ഭാഗവത ശ്രവണത്തിൻ്റെയും മഹത്വത്തെ അദ്ദേഹം വാഴ്ത്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 2-ാം അധ്യായം സമാപിക്കുന്നു. 3-ാം അധ്യായത്തിൽ വീണ്ടും നാരദ മഹർഷി ചോദിക്കുകയാണ്, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏകഹേതുവായ ഭാഗവത ജ്ഞാനയജ്ഞം എവിടെ വെച്ചാണ് നടത്തേണ്ടത്? എന്താണ് അതിൻ്റെ ആചരണവിധി? യജ്ഞ ആരംഭത്തിൽ ഭാഗവത മാഹാത്മ്യത്തെ കീർത്തിക്കേണ്ടതല്ലേ? എത്ര ദിവസം കൊണ്ടാണ് യജ്ഞം പൂർത്തിയാക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് ബ്രഹ്മപുത്രന്മാർ അതിന് മറുപടി പറയാൻ തുടങ്ങി. നാരദ, ഹരിദ്വാരത്തിനടുത്ത് ഗംഗാതീരത്തിൽ തന്നെ ആനന്ദം എന്ന് പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. അത് ദിവ്യവും ഈശ്വരൻ്റെ നിത്യസാന്നിധ്യവും ഉള്ള പുണ്യസ്ഥലമാണ്. പക്ഷിമൃഗാദികൾക്ക് അന്യോന്യ വൈരമോ ഫലമൂലാദികൾക്ക് കുറവോ അവിടെയില്ല. പുണ്യമേറിയ ആ തീർത്ഥക്കരയിൽ വെച്ച് നടത്തപ്പെടുന്ന ഭാഗവത കഥാലാപം കൊണ്ട്
ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഊർജ്ജസ്വലങ്ങളായി അവിടേക്ക് വന്നു ചേരും. എവിടെ ഭാഗവത ആലാപ ശബ്ദം മുഴങ്ങുന്നുവോ അവിടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എത്തിച്ചേരാതിരിക്കില്ല. കഥാശ്രവണം കൊണ്ട് അവ പരിപുഷ്ടങ്ങളായി തീരുകയും ചെയ്യും. എന്നിങ്ങനെ പറഞ്ഞ സനകാദി മഹർഷിമാർ ശ്രീനാരദനോടുകൂടി ഗംഗാതീരത്തിലേക്ക് പുറപ്പെട്ടു. കഥാശ്രവണത്തിലുള്ള കൗതുകം കൊണ്ടാണ് സനകാദി മഹർഷിമാർ ഗംഗാതീരത്തേക്ക് വന്നത്. അവർ ആനന്ദ തടത്തിലെത്തിക്കഴിഞ്ഞപ്പോഴേക്ക് നാരദ മഹർഷി ഭാഗവത യജ്ഞം നടത്താൻ പോകുന്നു എന്ന കഥ ലോകത്തും ദേവലോകത്തും ബ്രഹ്മലോകത്തുമുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പലരും ഗംഗാതീരത്തേക്ക് സംഘമായി പുറപ്പെടാൻ തുടങ്ങി. ഭൃഗു, വസിഷ്ഠൻ, ശവനൻ, ഗൗതമൻ, മേധാതിഥി, ദേവലൻ, ദേവരാതൻ, പരാശരൻ, വേദവ്യാസൻ തുടങ്ങി അസംഖ്യം ഋഷികൾ അവരുടെ ശിഷ്യ കുടുംബങ്ങളോടുകൂടി പുറപ്പെട്ടു. ദേവന്മാർ, സിദ്ധന്മാർ, സാധ്യന്മാർ തുടങ്ങിയവർ അവരുടെ കുടുംബങ്ങളോടുകൂടി പുറപ്പെട്ടു. ബ്രാഹ്മണർ, ക്ഷത്രിയർ തുടങ്ങിയവരും അസംഖ്യം വന്നു ചേർന്നു. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ശാസ്ത്രങ്ങൾ, തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, 17 പുരാണങ്ങൾ തുടങ്ങിയവയും തീർത്ഥങ്ങൾ, തപോവനങ്ങൾ, പർവ്വതങ്ങൾ തുടങ്ങിയവയും സ്വരൂപത്തെ പ്രാപിച്ചുകൊണ്ട് ഭാഗവത യജ്ഞശാലയിൽ വന്നു ചേർന്നു. എല്ലാവരും സനകാദി മഹർഷിമാരെയും ശ്രീ നാരദ മഹർഷിയെയും വണങ്ങി കഥാശ്രവണ തൽപരരായി യഥാസ്ഥാനങ്ങളിൽ ഇരുന്നു. മംഗളപദാർത്ഥങ്ങളെ കൊണ്ട് യജ്ഞവേദി ഭംഗിയായി അലങ്കരിക്കപ്പെട്ടു. ആ സമയത്ത് ദേവന്മാർ വിമാനങ്ങളിലിരുന്ന് ധാരാളം കൽപ്പവൃക്ഷ പുഷ്പങ്ങളെ വർഷിച്ചു. ഇങ്ങനെ എല്ലാവരും ഒരേ മനസ്സായി ഭാഗവത ശ്രവണത്തിൽ ബദ്ധശ്രദ്ധരായിട്ടിരിക്കുമ്പോൾ സനൽകുമാര മഹർഷി നാരദനോടായിക്കൊണ്ട് ഭാഗവത മാഹാത്മ്യത്തെ പറയാൻ തുടങ്ങി. 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളും അടങ്ങിയതും ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തതുമായ ഭാഗവതത്തിൻ്റെ ശ്രവണം കൊണ്ട് ഒരാൾ സംസാരമുക്തനും കൈവല്യപ്രാപ്തനും ആയിത്തീരും. ഏതുവരെയാണ് ഒരാൾ ഭാഗവതത്തെ ശ്രവിക്കാതിരിക്കുന്നത്, അതുവരെയാണ് പാപവും അജ്ഞാനവും ബന്ധവും ദുഃഖവും അയാളെ പീഡിപ്പിക്കുന്നത്. ഭാഗവത ശ്രവണം കൊണ്ട് കൈവല്യമൂർത്തിയായ ഭഗവാൻ ശ്രീഹരി ഹൃദയത്തിൽ പ്രകാശിക്കാൻ ഇടയായിത്തീരുന്നു. ഭഗവത് സാന്നിധ്യം കൊണ്ട് അവയെല്ലാം അകന്ന് ജീവൻ ചരിതാർത്ഥനായിത്തീരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങളെയും ശാസ്ത്രങ്ങളെയും പഠിച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഭാഗവതത്തെ പഠിച്ചാൽ മാത്രമേ ജീവൻ കൃതാർത്ഥനാകുന്നുള്ളൂ. ഭാഗവതത്തെ പഠിച്ച ഒരാൾ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ദോഷമില്ലതാനും. എല്ലാവിധ യാഗങ്ങളെക്കാളും തപസ്സുകളെക്കാളും യോഗങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ഭാഗവത ശ്രവണം. ഭാഗവതം ശ്രവിച്ച ഒരാൾക്ക് മുക്തിക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ശരിയായ അർത്ഥബോധത്തോടുകൂടി ഭാഗവതം വായിക്കുന്ന ഒരാളുടെ സകല പാപങ്ങളും നശിക്കും. മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി വിഷമിക്കേണ്ടതില്ല. ഏതാനും സ്കന്ധങ്ങളോ അധ്യായങ്ങളോ ശ്ലോകങ്ങളോ ആയാൽ പോലും ജീവൻ പാപങ്ങളെയും അജ്ഞാനത്തെയും വിട്ട് ചാരിതാർത്ഥ്യത്തെ പ്രാപിക്കും. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മരണശയ്യയിൽ വെച്ച് ഭാഗവത ശ്രവണം ചെയ്യാൻ വളരെ പുണ്യമുള്ളവർക്കേ സാധിക്കൂ. അങ്ങനെ സാധിക്കുന്ന പക്ഷം ആ ശ്രോതാവ് തീർച്ചയായും വൈകുണ്ഠപദത്തെ പ്രാപിക്കും. അതുപോലെ ഭാഗവത ഗ്രന്ഥത്തെ സ്വർണ്ണ സിംഹാസനത്തിൽ വെച്ച് ഒരു വൈഷ്ണവ ഭക്തന് ദാനം ചെയ്യുന്നു എങ്കിൽ അദ്ദേഹവും കൃഷ്ണ സായുജ്യത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. ആയുഷ്കാലത്തിൽ ഒരിക്കലും ഭാഗവതത്തെ ശ്രവിക്കാതെ തന്നെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ കഴിച്ചുകൂട്ടുന്നു എങ്കിൽ ചണ്ടാളനെ പോലെയോ കഴുതയെ പോലെയോ അയാളും തൻ്റെ ആത്മ ഉദ്ധാരണത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ തന്നെ തൻ്റെ ഒരു ജന്മത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അയാൾ പാപിയും മൃഗതുല്യനുമാണ് എന്നുകൂടി പറയണം. അങ്ങനെയുള്ള കഷ്ടജീവിതം ആർക്കും ഉണ്ടാവാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ഇത്രയും ശ്രേഷ്ഠമായ ഒരു മനുഷ്യജീവിതം കിട്ടിയിട്ടും തൻ്റെ നന്മയ്ക്ക് വേണ്ടി ശ്രേയസ്സിന് വേണ്ടി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതാണല്ലോ ഉണ്ടാവുക. ചിലപ്പോഴെങ്കിലും ഭാഗവത ശ്രവണവും പഠനവും സാധിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഭാഗവത കഥാശ്രവണം എല്ലാവർക്കും എപ്പോഴും സാധിക്കാവുന്ന ഒന്നല്ല. അനേക ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് മാത്രമാണ് അത് ചിലർക്ക് സാധിക്കുന്നത്. അതിനാൽ ഭാഗവത ശ്രവണത്തിനുള്ള സന്ദർഭം കിട്ടുമ്പോൾ
ആരും ഒരിക്കലും അതിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താതെ ഇരിക്കരുത്. ഭാഗവത ശ്രവണത്തിന് ദിവസത്തിൻ്റെയോ സമയത്തിൻ്റെയോ നിയമം ഒന്നുമില്ല. ആയുഷ്കാലം മുഴുവനും എപ്പോഴും ശ്രവിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ കലികാലത്തെ മനുഷ്യർക്ക് പല കാരണങ്ങളെ കൊണ്ട് അത് സാധിക്കാത്തതിനാലാണ് 7 ദിവസം എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് പ്രകാരത്തിലുള്ള മറ്റ് യജ്ഞങ്ങളെക്കാളും തപസ്സുകളെക്കാളും സപ്താഹയജ്ഞ ശ്രവണത്തിന് ഫല ആധിക്യം ഉണ്ട്. ഈ കാരണത്താൽ തന്നെ മറ്റെല്ലാ യജ്ഞങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ഭാഗവത സപ്താഹയജ്ഞം. ഭാഗവത മാഹാത്മ്യത്തെക്കുറിച്ച് ഇത്രയും കേട്ട ശൗനക മഹർഷിക്ക് ഒരു സംശയമുണ്ടായി. അദ്വൈതവും നിരുപാധികവുമായ ആത്മ അജ്ഞാനത്തെ പോലും അതിശയിപ്പിക്കത്തക്ക നിലയിലുള്ള ഈ മാഹാത്മ്യം ഭാഗവതത്തിന് എങ്ങനെയാണ് ഉണ്ടായത് എന്ന്. സൂതൻ അപ്പോൾ തന്നെ അതിന് മറുപടിയും പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് അവിടുത്തെ തിരുമുഖത്തിൽ നിന്ന് തന്നെ പരമമായ ജ്ഞാനത്തെ ഗ്രഹിച്ച് അവിടുത്തെ നിർദ്ദേശപ്രകാരം ബദരികാശ്രമത്തിലേക്ക് പോകാൻ പുറപ്പെട്ട ഉദ്ധവൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: കരുണാനിധിയായ വാസുദേവ, അവിടുന്ന് ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്യാൻ തുടങ്ങുകയാണ്. കലിയുഗമിതാ ആസന്നമായിരിക്കുന്നു. കലികാലത്തുള്ള മനുഷ്യർക്ക് സദാചാരനിഷ്ഠയോ ധർമാചരണമോ വിവേകമോ ഉണ്ടാകില്ല എന്ന കാരണത്താൽ അവർ പാപികളും ദുഃഖികളുമായി തീരും. പാപകർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് പാപികൾ എന്ന് പറയുന്നത്. അവർക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോ ഈശ്വര ശരണാഗതിയോ ഉണ്ടാവില്ല. ശരിയായ സത്സംഗം പോലും കിട്ടാൻ ഇടവരാതെ അവരൊക്കെ നിത്യദുഃഖികളായി തന്നെ കഴിയേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള ജീവന്മാരുടെ ഉദ്ധാരണത്തിനും ശ്രേയസ്സിനും വേണ്ടി അവിടുത്തെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഇപ്പോൾ അന്തർധാനം ചെയ്യേണ്ട എന്ന്. ഉദ്ധവന്റെ അഭിപ്രായം തികച്ചും ന്യായമാണ് എന്ന് ഭഗവാന് തോന്നി. എന്താണ് അതിനൊരു പോംവഴി കാണേണ്ടത് എന്ന് അല്പനേരം ആലോചിച്ചു. അനന്തരം തൻ്റെ ചൈതന്യത്തെ ഭാഗവതത്തിൽ അർപ്പിച്ചു. അതിനാൽ ശ്രീകൃഷ്ണ സ്വരൂപം ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്തെങ്കിലും ശ്രീകൃഷ്ണ ചൈതന്യം ഭാഗവതാകാരേണ വാങ്മയ സ്വരൂപേണ നിലനിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിനാൽ ഭാഗവതം എന്നത് ഒരു പുരാണമോ സംഹിതയോ ഗ്രന്ഥമോ അല്ല, മറിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ശ്രവണം, പഠനം, സ്മരണം, പൂജനം തുടങ്ങിയവയെല്ലാം കലിധർമ്മത്തെ അകറ്റാനും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്താനും ജന്മസാഫല്യത്തെ പ്രാപിക്കാനുമെല്ലാം ഏറ്റവും പറ്റിയ മാർഗങ്ങളായി തീർന്നു. കരുണാനിധിയായ ഭഗവാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ദാരുണമായ ഈ കലികാലത്ത് വൈഷ്ണവി മായയെ ആർക്ക് എങ്ങനെ ജയിക്കാൻ സാധിക്കും? സൂതൻ പിന്നെയും പറഞ്ഞു: ശൗനക, സനൽകുമാര മഹർഷി ഭാഗവത മാഹാത്മ്യത്തെ ഇങ്ങനെ കീർത്തിച്ച സമയത്ത് ആ രംഗത്ത് ആശ്ചര്യകരമായ ഒരു സംഗതി ഉണ്ടായി. വൃന്ദാവനത്തിൽ യമുനാതീരത്ത് മൂർച്ഛിതന്മാരായി കിടന്നിരുന്ന ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരോടുകൂടി പ്രേമസ്വരൂപിണിയായ ഭക്തിദേവി പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നു. ഹരേ ഗോവിന്ദ നാരായണ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ അവിടെ മുഴങ്ങാൻ തുടങ്ങി. വിദൂരത്തായിരുന്ന ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും എങ്ങനെയാണ് പെട്ടെന്ന് ഇവിടെ വന്നു ചേർന്നത് എന്ന് ശ്രോതാക്കന്മാർക്ക് മുഴുവൻ സംശയമുണ്ടായി. അവരതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഭാഗവത മാഹാത്മ്യ കഥാർത്ഥത്തിൽ നിന്നാണ് ഇവർ പ്രകാശിച്ചത് എന്ന് സനൽകുമാര മഹർഷി അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഭക്തിദേവി സനൽകുമാര മഹർഷിയോട് പറഞ്ഞു: മഹാത്മാവും ബ്രഹ്മപുത്രനുമായ സനൽകുമാര മഹർഷി, അങ്ങയുടെ വാക്കുകൾ കൊണ്ട് ഞാൻ പരിപുഷ്ടയായി. എൻ്റെ പുത്രന്മാരായ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രബലന്മാരുമായി തീർന്നു. പക്ഷേ ഞങ്ങൾ എവിടെ ഇരിക്കണം എന്ന് അറിയുന്നില്ല. അങ്ങ് തന്നെ ഞങ്ങൾക്ക് തക്കതായ സ്ഥാനത്തെ കൽപ്പിച്ചു തരണം. കലിധർമ്മ ബാധയില്ലാത്ത ഒരു സ്ഥലവും ഞങ്ങൾ കാണുന്നില്ല. ഇങ്ങനെയുള്ള ഭക്തിയുടെ അപേക്ഷയെ കേട്ട മഹർഷി പറഞ്ഞു: കലിധർമ്മത്തിൻ്റെ ബാധയില്ലാത്ത സ്ഥലമാണ് വിഷ്ണു ഭക്തന്മാരുടെ മനസ്സ്. അതിനാൽ അവിടെ ഇരുന്നോളൂ. ഇപ്പം കലിദോഷങ്ങൾ എന്ന് പറയുന്നത് ഈർഷ്യ, അസൂയ തുടങ്ങിയിട്ടുള്ള എല്ലാം കലിദോഷങ്ങളാണ്. ഈ കലിദോഷങ്ങൾ നമ്മുടെ മനസ്സിൽ വരാതിരിക്കണമെങ്കിൽ അതിനു വേണ്ടിയാണ് ദിവസവും അല്പസമയം ഭാഗവത പാരായണമോ
സഹസ്രനാമജപമോ കുറച്ചു സമയം ഈശ്വര നാമജപം ഓം നമോ നാരായണായ എന്നുള്ളതോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെയുള്ള മന്ത്രം ദിവസവും ജപിക്കേണ്ടത്. ആരാണോ ദിവസവും ഈ കാര്യങ്ങൾ ജപിക്കുന്നത് അവരുടെ മനസ്സിൽ ഒരിക്കലും കലിദോഷങ്ങളാകുന്ന കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികൾ ഇടം പിടിക്കുന്നില്ല. ദിവസവും കഴുകുന്നതായ വിളക്ക് തിളങ്ങുന്നത് പോലെ, ദിവസവും കഴുകുന്നതായിട്ടുള്ള പാത്രത്തിൽ അഴുക്കിരിക്കാത്തതുപോലെ ദിവസവും നാമജപാദികൾ ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിലും കലിദോഷങ്ങൾ ബാധിക്കുന്നില്ല. അങ്ങനെ ഏതൊരു കുടുംബത്തിലാണോ എല്ലാവരും ഈശ്വര നാമജപാദികൾ കുറച്ചു സമയമെങ്കിലും ചെയ്യുന്നത്, ആ കുടുംബത്തിൽ ഒരിക്കലും കലിദോഷങ്ങളുടെ ആ ഒരു പ്രഭാവം അവിടെ ഉണ്ടാകുന്നില്ല എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കലിബാധ ഇല്ലാത്തതായിട്ടുള്ള വിഷ്ണു ഭക്തന്മാരുടെ മനസ്സിൽ ഇരുന്നോളൂ എന്ന് പറയണം. നോക്കൂ, ഇവിടെ എത്ര അസംഖ്യം ഭക്തന്മാരാണ് ഇരിക്കുന്നത്. അവരുടെയൊക്കെ മനസ്സിൽ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി ഊർജ്ജസ്വലയായി പ്രകാശിച്ചിരിക്കൂ. ലോകത്തിൽ വെച്ച് പരമനിർധനനും നിസ്സാരനുമാണ് എങ്കിൽ കൂടി ഹരിഭക്തിയുള്ളവൻ ധന്യനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈകുണ്ഠമൂർത്തിയായ ഭഗവാൻ വൈകുണ്ഠ ലോകത്തെ പോലും ഉപേക്ഷിച്ച് ഭക്തൻ്റെ മനസ്സിലേക്ക് ഓടിപ്പോകും. അപ്പോൾ ഭക്തിയുണ്ടെങ്കിൽ എല്ലാം സുലഭമായി തീരും എന്നിങ്ങനെ പറയുന്നു. ഭാഗവതത്തിൻ്റെ മഹത്വത്തെ കാണിക്കാൻ എന്തിനധികം പറയുന്നു? ബ്രഹ്മസ്വരൂപമാണ് ഭാഗവതം. അതിനെ പരമാർത്ഥമായി ആശ്രയിക്കുന്നവന് നല്ല വക്താവിൻ്റെ മുഖത്ത് നിന്ന് കേൾക്കാൻ സാധിക്കുന്നു. ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവൻ ശ്രീകൃഷ്ണനാകുന്ന നിർഗുണ ബ്രഹ്മത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ അന്യധർമ്മങ്ങളെയെല്ലാം വിട്ട് ഭാഗവതത്തെ ആശ്രയിക്കുന്നവൻ ധന്യനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 3-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.